ഇപ്പോൾ വി ശിവദാസൻ എം പി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശിവദാസൻ എം പി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതെന്നാണ്. കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടിയത് ആശ്വാസകരമായ കാര്യമാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും വലിയ സമ്മർദ്ദവും പ്രതിഷേധവുമാണ് ഇടത് എം പിമാരടക്കമുള്ള ഇടതുപക്ഷ നേതാക്കൾ നടത്തിയത്. ഒക്കെ ശരിയാണ്, മതേതര ചേരി ഒന്നാകെ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇനി എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ബാക്കിയാകുന്ന ചോദ്യങ്ങൾ, വേണ്ട ഉത്തരങ്ങൾ? രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നവർക്കുമെതിരായി RSS നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായിട്ടുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ രാജ്യത്തുണ്ടാവുന്നതും വർദ്ധിച്ചു വരുന്നതും. ഇതൊരു രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. RSSന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ പരീക്ഷണം രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമല്ല. 99 ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നത്. അതിനുശേഷം എത്രയെത്ര അനുഭവങ്ങൾ രാജ്യത്തുണ്ടായി. ഗ്രഹാം സ്റ്റെയിൻസിനും കുടുംബവും, പിഞ്ചു മക്കൾ, ഭാര്യ അതിനിഷ്ഠൂരമായി ഒഡീഷയിൽ ചുട്ടുകൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിന്റെ തുടർച്ചയിൽ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു. സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന പ്രായസ്ഥനായിട്ടുള്ള രാജ്യത്തിലെ ആദിവാസികളും പിന്നോക്കം കിടക്കുന്ന ജനവിഭാഗങ്ങളും ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് വേണ്ടി നിലപാടെടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ജയിലിൽ അടച്ച് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പരിചരണം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ അരുങ്കൊല ചെയ്യുകയായിരുന്നു. ആനന്ദ് ഉൾപ്പെടെയുള്ള ആളുകളെ ജയിലിലടച്ചു. അങ്ങനെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായിട്ടുള്ള ഒരു താണ്ഡവം, വർഗീയതയുടെ, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ താണ്ഡവം ഇനി തുടരാൻ അനുവദിച്ചുകൂടാ എന്ന പ്രഖ്യാപനം മതനിരപേക്ഷവാദികളായിട്ടുള്ള എല്ലാ മനുഷ്യരും, അതിൽ ആദിവാസിയും ദളിതനും മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരും എല്ലാവരും ഉൾപ്പെടുന്ന, ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ മനുഷ്യനായി ചിന്തിക്കുന്ന, മനുഷ്യന്റെ ഐഡന്റിറ്റി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സകല ആളുകളും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് ഈ നരഭോജികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ കെട്ടഴിച്ചു വിടുക തന്നെ വേണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം. ശരി. ശ്രീ വി ശിവദാസൻ എം പി ആണ് ഈ വിഷയത്തിൽ ആവശ്യമായ, അനിവാര്യമായ രാഷ്ട്രീയത്തിൻ്റെ ചിന്ത കൂടി പങ്കുവെക്കുന്നത്.